ഹലോ. ഒരു ഷോപ്പ് ഓണറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അവരുടെ ബിസിനസ് വേഗത്തിൽ വളർത്താം, എങ്ങനെ മാക്സിമം സെയിൽ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഷോപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട്. വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ ഷോപ്പിൻ്റെ അകത്തുള്ള ആ ഷോപ്പിനെ, ആ ഫിസിക്കൽ ഓഫ്ലൈൻ ഷോപ്പിനെ ഓൺലൈനിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ വാക്കിംഗ് കസ്റ്റമേഴ്സ്, ഷോപ്പിൻ്റെ അകത്ത് വരുന്ന വാക്കിംഗ് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ലഭിക്കും, ഓൺലൈനിൽ നിന്നും കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ലഭിക്കും. പുതിയതായി ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളെക്കാളും വളരെ എളുപ്പത്തിൽ ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത് ഓൾറെഡി ഒരു ബിസിനസ്സുള്ള ഒരു ഷോപ്പ് ഓണർക്കാണ്. ഷോപ്പ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓൾറെഡി ബിസിനസ് അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി അറിയാം, നിങ്ങളുടെ കാറ്റഗറീനെ പറ്റി അറിയാം, കസ്റ്റമേഴ്സിന് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കാരണം വാക്കിംഗ് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഷോപ്പിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിൻ്റെ ഒബ്ജക്ഷൻ എന്ന് നിങ്ങൾക്കറിയാം. എന്ത് വേണം, എന്ത് വേണ്ട, എന്ത് വിലയ്ക്ക് വിറ്റ് പോകും, ഇതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ജസ്റ്റ് ഇനി ഓൺലൈനിലും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ കേരളത്തിലെ ഒരു 95% ഷോപ്പ് ഓണേഴ്സും ഇന്ന് ഓൺലൈനിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ ഓൺലൈൻ എന്ന് പറയുമ്പോൾ എന്താണ് സംഗതി? ഇത് എന്താണ്, എവിടെയാണ് തുടങ്ങേണ്ടത്, എവിടെ സ്റ്റാർട്ട് ചെയ്യണം? അതാണ് ഞാൻ ഇന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പോകുന്നത്. ഓൺലൈനിൽ നമുക്ക് പല രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധികം ആളുകൾ ഇത് ചിലപ്പോൾ ചെയ്യണുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചെയ്തു നോക്കി പരീക്ഷിച്ച് പരാജയപ്പെട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, മിന്ത്രയൊക്കെ പോലത്തെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ക്ലോത്തിങ് ഷോപ്പാണെങ്കിൽ നിങ്ങളുടെ ക്ലോത്തിങ് പ്രൊഡക്റ്റ്, ഫുഡ് വെയർ ആണെങ്കിൽ ഫുഡ് വെയർ പ്രൊഡക്റ്റ് എന്താണോ അത്, ഷൂസ്, സ്നീക്കേഴ്സ് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ലിസ്റ്റ് ചെയ്യും. ജ്വല്ലറി ആണെങ്കിൽ നിങ്ങളുടെ എന്താണോ അത് നിങ്ങൾ ലിസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോ സെയിലിനും കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ GST നിർബന്ധമായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. റിട്ടേൺ പോളിസി ഒരു പക്ഷേ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കസ്റ്റമേഴ്സ് ഇട്ട് യൂസ് ചെയ്തതിന് ശേഷമൊക്കെ തിരിച്ചയക്കും, പിന്നീട് നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റില്ല, അങ്ങനെ ലോസ് വരും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ സെല്ല് ചെയ്യുമ്പോഴുണ്ട്. അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് കൺട്രോളില്ല. എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളാണ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോൾ അതിലത്ര നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സംശയമാണ്. ലോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. പിന്നീട് ഓൺലൈനിലുള്ള ഓപ്ഷനാണ്, ഇത് മിക്കവരും ചെയ്തു നോക്കിയിട്ടുണ്ടായിരിക്കുക, വെബ്സൈറ്റ്, അവരുടെ സ്വന്തം വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് കസ്റ്റമറെ കൊണ്ടുവരുന്ന രീതി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു വെബ്സൈറ്റ് വെറുതെ ഉണ്ടാക്കിയിട്ടത് കൊണ്ട് അതിലാരും വന്ന് പർച്ചേസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം വെബ്സൈറ്റിലൊക്കെ വന്ന് പർച്ചേസ് ചെയ്യണതിൻ്റെ ഒരു ട്രെൻഡ് പതുക്കെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ അവസാനമായിട്ട് ഒരു വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്തതെന്നാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. വെബ്സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതല്ല. ഒരു ഒരു ഡൊമൈനായിട്ട് ഒരാൾ വാങ്ങുന്നു, അവർ ഇതിൻ്റെ പ്രൊഡക്റ്റ് അതിൽ പബ്ലിഷ് ചെയ്യുന്നു. ചിലപ്പോൾ മെയിൻ സ്ട്രീം ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്നതിനേക്കാളും വില കുറവായിരിക്കും അതിൽ. പക്ഷെ നിങ്ങൾ അതിൽ നിന്നൊന്നും വാങ്ങാറില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രസ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു വെബ്സൈറ്റിൽ കയറി അതിൽ കാർഡും പേയ്മെൻറ്റും എല്ലാം അടച്ച് വാങ്ങാനുള്ള കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ധൈര്യം വളരെ കുറവാണ്. ട്രസ്റ്റ് വന്നതിന് ശേഷമാണ് അവിടെ സെയിൽ നടക്കുള്ളൂ. പിന്നെ വെബ്സൈറ്റിൻ്റെ മെയിൻ്റനൻസ്, മറ്റ് കാര്യങ്ങൾ, കുറേ ഷോപ്പ് ഓണേഴ്സാണ് നിങ്ങൾക്ക് ഒരുപാട് ടെക്നിക്കൽ വശങ്ങൾ ഒരു പക്ഷേ അറിഞ്ഞുകൊള്ളണമെന്നില്ല. കുറച്ച് ടെക്നിക്കൽ വശം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ അത്ര സ്യൂട്ടബിൾ അല്ല. ഏതൊക്കെ? നമ്മളുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള തേർഡ് പാർട്ടി മാർക്കറ്റ് പ്ലേസുകൾ, ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകൾ, അതിൽ സെല്ല് ചെയ്യൽ, അതുപോലെ തന്നെ സ്വന്തം വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഇതൊക്കെ ഉണ്ടാക്കി സെല്ല് ചെയ്യൽ. പിന്നീടുള്ള ഏറ്റവും എളുപ്പമുള്ള ഓൺലൈനിലെ മാർഗ്ഗമാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോഷ്യൽ മീഡിയ പേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുക എന്നുള്ളത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേയൊക്കെ കൺട്രോൾ നമ്മളുടെ അടുത്താണ്. നമ്മളാണ് ഷോപ്പ് ഓണേഴ്സായിട്ടുള്ള നമ്മളാണ് റിട്ടേണും കാര്യങ്ങളും പോളിസിയൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ കൺട്രോളുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാം, പ്രൊഡക്റ്റ് കിട്ടുന്നതിന് മുമ്പ് അതിൻ്റെ വീഡിയോ എടുക്കാനും അങ്ങനെ പല രീതിയിൽ പോളിസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെബ്സൈറ്റൊക്കെ പോലെ ഒരുപാട് മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അധിക സമയവും സോഷ്യൽ മീഡിയ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും. പിന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബയേഴ്സിനെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ ഓൺലൈനിലായിട്ട് ഇറങ്ങാനുള്ള ഒരു മാർഗ്ഗം ഒരു ഷോപ്പ് ഓണറെ സംബന്ധിച്ചിടത്തോളം. മറ്റ് മുമ്പ് പറഞ്ഞ രണ്ടെണ്ണത്തിനും അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങൾ
ബിസിനസ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ കസ്റ്റമേഴ്സ്, വാക്കിംഗ് കസ്റ്റമേഴ്സ് ഷോപ്പിനകത്ത് വരുന്ന ആ വാക്കിംഗ് കസ്റ്റമറെ നിങ്ങൾക്ക് കിട്ടും. പ്ലസ് അതോടൊപ്പം തന്നെ ഓൺലൈനിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു വിഭാഗം കസ്റ്റമേഴ്സിനെ കിട്ടും. ഈ ഒരു ബുദ്ധിയുള്ളൊരു ബിസിനസ്സുകാരൻ ചിന്തിക്കേണ്ടത് എങ്ങനെ എൻ്റെ ബിസിനസ് വളർത്താമെന്നുള്ളതാണ്. ബിസിനസ് നമുക്ക് 2 രീതിയിലാണ് വളർത്താൻ പറ്റുന്നത്. ഒന്ന്, കൂടുതൽ പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്ന് സെയിലിൻ്റെ എണ്ണം കൂട്ടുക. 5 സെയിൽ നടക്കുന്നിടത്ത് 10 സെയിലാക്കുക. അപ്പോൾ നമ്മുടെ ബിസിനസ് വളരും. നമുക്കെല്ലാം സിമ്പിൾ മാത്താണ്. പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കസ്റ്റമറേ വരുന്നുള്ളൂ, ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടുക എന്ന് പറയും. 500-ന് എടുക്കാൻ വരുന്നവരെ കൊണ്ട് 750-നും 800-നും എടുപ്പിക്കാനായിട്ട് നോക്കാം. പക്ഷേ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും വേഗത്തിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സെയിലിൻ്റെ വോളിയം കൂട്ടുക എന്നുള്ളതാണ്. 5 കസ്റ്റമർ ഉള്ളിടത്ത് അതിനെ 7-ഓ 8-ഓ ഒക്കെ ആക്കി മാറ്റുക എന്നുള്ളതാണ്. സെയിൽസ് വോളിയം കൂട്ടുക. അതിന് പുതിയ വിഭാഗം, പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് കടന്നു വരണം. നിലവിലുള്ളവർ വീണ്ടും വരുന്നതിനെ പറ്റിയല്ല പറയുന്നത്. നിന്നവരെ നിങ്ങളുടെ കസ്റ്റമർ ആകാത്ത വിഭാഗം ആളുകൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരണം. പുതിയ ആളുകൾ, ന്യൂ ഫ്രഷ് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരണം. അങ്ങനെ കടന്നു വരുന്ന വിഭാഗം കസ്റ്റമേഴ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വരെയും വേണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. തുടർച്ചയായിട്ട് ഇടതടവില്ലാതെ കടന്നു വന്നുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ബിസിനസ്സിൽ ഗ്രോത്ത് സംഭവിക്കുന്നത്. ആ ഷോപ്പ് നമുക്ക് നല്ല രീതിയിൽ, ഷോപ്പിലൂടെ നല്ല രീതിയിൽ സെയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇന്നത്തെ കാലത്ത് പഠിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ സെയിൽ വർദ്ധിപ്പിക്കാമെന്നുള്ളത്. ഒരു ഷോപ്പുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമാണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ട്, ബിസിനസ് അറിയാം, കസ്റ്റമർ ബിഹേവിയർ അറിയാം, പ്രൈസ് റേഞ്ചുകൾ അറിയാം, ഏതൊക്കെ മോഡൽസ് സെല്ലായി പോകുന്ന അറിയാം. പല എന്താ പറയുക, നോളജ് നിങ്ങളുടെ അടുത്ത് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ജസ്റ്റ് ഇതിലേക്കൊന്ന് ഇറങ്ങിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങളൊരു ഷോപ്പ് ഓണറാണ്, നിങ്ങൾക്ക് വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിക്കണം. എങ്ങനെ ഷോപ്പ് ഓണേഴ്സിന് കറക്റ്റായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സെയിൽ വർദ്ധിപ്പിക്കാം. സെയിലിലാണ് കാര്യം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏത് ബിസിനസ്സിലും, ഷോപ്പ് ബിസിനസ് ആവട്ടെ, എന്ത് ബിസിനസ് ആയിക്കോട്ടെ, ആ ബിസിനസ്സിലെ ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ആക്ടിവിറ്റികളാണുള്ളത്. ഒന്ന് മാർക്കറ്റിംഗ്, 2 സെയിൽസ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമറെ കണ്ടെത്തൽ. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് എടുപ്പിക്കൽ. വളരെ സിമ്പിൾ ഡെഫിനിഷൻ അതാണ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ബിസിനസ്സിലെ ഇൻകം പ്രൊഡ്യൂസിങ്, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവരുന്ന 2 പരിപാടികളാണുള്ളത്. ഒന്ന് മാർക്കറ്റിംഗ്, കസ്റ്റമറെ കണ്ടെത്തൽ. 2 സെയിൽസ്, ആ കൊണ്ടുവന്നവരെ കൊണ്ട് നമ്മൾ വിളിച്ചു കൊണ്ടുവന്നവരെ കൊണ്ട് പരസ്യത്തിലൂടെ മറ്റു മാർഗത്തിലൂടെ കൊണ്ടുവന്നവരെ കൊണ്ട് ആ സാധനം എടുപ്പിക്കുക എന്നുള്ളത്. എന്താണോ കയ്യിൽ വെക്കാനുള്ളത് അത് എടുപ്പിക്കുക എന്നുള്ളത്. ഈ 2 ആക്ടിവിറ്റിയാണ് നിങ്ങളുടെ പോക്കറ്റിലേക്ക്, ബിസിനസ്സിലേക്ക് കാശ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യാതെ മറ്റു പലതിലും ഫോക്കസ് ചെയ്തുകൊണ്ട് യാതൊരു ഗുണവും നിങ്ങൾക്കില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റുകൾ അവിടെ ഇവിടെയൊക്കെ കിട്ടിയേക്കാം. പക്ഷേ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് നിങ്ങളുടെ ലോഗോ മാറ്റിയത് കൊണ്ടോ, ലോഗോയുടെ കളർ ചേഞ്ച് ആക്കിയത് കൊണ്ടോ, പുതിയൊരു ഫർണിച്ചർ വാങ്ങിച്ചത് കൊണ്ടോ, നിലവിലുള്ള ലൈറ്റ് എടുത്ത് മാറ്റി പുതിയൊരു ലൈറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടോ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് പ്രതീക്ഷിക്കേണ്ട. ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, ഇല്ലയെന്ന് പറയണില്ല. പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വലിയൊരു ഭീമമായിട്ടുള്ളൊരു വ്യത്യാസം അവിടെ പ്രതീക്ഷിക്കേണ്ട. ആ വ്യത്യാസം കൊണ്ടുവരുന്നത് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിലൂടെയും സെയിൽസിലൂടെയും മാത്രമാണ്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ കാണുന്നവർക്ക് ഞങ്ങൾ ഡയറക്റ്റ് വാട്സപ്പ് ചെയ്യാം, കോൾ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഷോപ്പ് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക, സോഷ്യൽ മീഡിയ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.